കേരളത്തിലെ ഫലം എന്തുതന്നെയായിരുന്നാലും അത് യു.ഡി.എഫിന് വലിയ മേൽക്കൈ തന്നെയായിരിക്കും ലഭിക്കുന്നത് എന്നുള്ളതിൽ സംശയമൊന്നും ആരും കാണിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ CPIM-നെ പോലെ പ്രാദേശിക പാർട്ടി എന്ന രീതിയിൽ അല്ല കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത്. BJPക്ക് നേർക്കുനേർ ആണ് മത്സരിക്കുന്നത്. ആ BJPക്കെതിരെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇടതു പാർട്ടികൾ. ആ ഇടതു പാർട്ടികൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന വലിയ ചോദ്യവുമുണ്ട്. തമിഴ്നാട്ടിലെ 2 ലോക്സഭാ സീറ്റുകളിൽ CPIM മത്സരിക്കുമ്പോൾ അവിടെ രണ്ടിടത്തും രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് വെച്ചുകൊണ്ടാണ് വോട്ട് തേടുന്നത്. ഇന്ത്യ മുന്നണി വിജയിപ്പിക്കണമെങ്കിൽ ഞങ്ങളെ വിജയിപ്പിച്ചാലേ മതിയാവൂ എന്ന രീതിയിലാണ് വെങ്കടേശനും അതുപോലെ തന്നെ ദിണ്ടിഗലിലെ സ്ഥാനാർത്ഥിയും വോട്ടെടുപ്പിന് കൃത്യമായി പ്രചരണം നടത്തിയത്. അവിടുത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മാത്രം CPIM എല്ലായിടത്തും മത്സരിക്കുകയും CPIക്ക് 4 സീറ്റുകൾ കൊടുക്കുകയും 1 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് കാണുന്നത്. ഈ രാഷ്ട്രീയം അതും ഇടതുപക്ഷത്തിൻ്റെ പിണറായിസം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത കൃത്യമായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന നിമിഷം അതാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ വാളായി മാറിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രചരണത്തിന് വലിയ തോതിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ വലിയ രീതിയിലുള്ള ഹൈപ്പ് കാണിക്കുന്നില്ല. പിണറായി വിജയൻ ഇറങ്ങിയ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം 8 നിലയിൽ പൊട്ടി പാളീസാകുന്ന കാഴ്ചയാണ് കണ്ടത്. നിറഞ്ഞ 100ഓടുകൂടി തങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിറങ്ങിയ തൃക്കാക്കരയിൽ 25,000 വോട്ടിന് ഉമാ തോമസ് ജയിച്ചെങ്കിൽ പുതുപ്പള്ളിയിൽ സ്ഥിതി വേറെയായിരുന്നു. 40,000-ഓളം വോട്ടുകൾക്കാണ് അവിടെ ചാണ്ടി ഉമ്മൻ വിജയിച്ച് കയറിയത്. ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം എത്രത്തോളം കിരാതമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങൾ മുന്നോട്ടിറങ്ങുന്നത്. വടകരയിൽ എപ്പോഴും TP വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതെന്തിന്? അത് 1-2 തെരഞ്ഞെടുപ്പിൽ മാത്രം പോരെ എന്ന് ചോദിക്കുന്നവർക്ക് വടകര ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഒരു കിട്ടാക്കനിയായി മാറുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത്. അർദ്ധരാത്രിയിൽ രാഷ്ട്രീയ വിയോജിപ്പുള്ള വ്യക്തിയോട് പകപോക്കിയത് ഇങ്ങനെയാണോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കേരളം മറുപടി കണ്ടിട്ടില്ല. അത്രയും ക്രൂരമായ പൈശാചികമായ കൊലപാതകം അതിനു മുമ്പൊന്നും കേട്ടിട്ടുമില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തു നീചപ്രവൃത്തിയും ചെയ്യുന്ന ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പാത്രമായ ഒരു പാവം മനുഷ്യൻ. ഇത് മാത്രമല്ല, ഒട്ടനവധി സംഭവങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന് ഒരു രീതിയിലും ഗതി പിടിക്കാൻ കഴിയാത്ത രീതിയിൽ പാർലമെൻ്ററി മോഹം അവസാനിക്കുന്നത്.